ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വെടിനിർത്തൽ കരാർ അംഗീകരിച്ച ഇന്ത്യ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം രാജ്യത്തെ അഡ്രസ് ചെയ്ത് കഴിഞ്ഞ ദിവസം സംസാരിച്ചു. സംസാരിക്കുന്ന സമയത്തൊക്കെ പാകിസ്ഥാനിലുള്ള സോഷ്യൽ മീഡിയകളിൽ ആഘോഷമായിരുന്നു. ഇന്ത്യ മുട്ടുമടക്കിയത് പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണിക്ക് മുൻപിലാണെന്ന്. എന്നാൽ അങ്ങനെയല്ലെന്ന് വ്യക്തമായി ശക്തമായ നിലപാടിലൂടെ രാജ്യത്തോട് തുറന്നടിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഹരിദാസ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ട എന്ന ഇന്ത്യ ശക്തമായ ഒരു താക്കീത് നൽകുകയായിരുന്നു മോദിയുടെ പ്രസംഗത്തിലൂടെ. മറ്റ് പല കാര്യങ്ങളും മോദി പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം രാജ്യത്തിന് കൂടി ഒരു സന്ദേശം കൈമാറുകയല്ലേ പ്രധാനമന്ത്രി, മറ്റൊരു ശത്രു രാജ്യത്തിനും ഇനി തൊടാൻ കഴിയില്ലെന്ന്. ഇന്നലെ രാത്രി നരേന്ദ്രമോദി രാജ്യത്തോട് നടത്തിയ പ്രക്ഷേപണം അതൊരു ചരിത്ര സംഭവമായിട്ട് വേണം കാണാൻ. ഇന്ത്യ ഗവൺമെന്റ് എടുത്ത നിലപാടുകള് ഓരോന്നോരോന്നായിട്ട് അദ്ദേഹം വിശദീകരിച്ചു. യുദ്ധ രംഗത്ത് സൈനിക ശക്തികൾ നടത്തിയ നീക്കങ്ങളെ കുറിച്ച് നമ്മുടെ വ്യോമസേനയുടെയും നാവികസേനയുടെയും കരസേനയുടെയും അതുപോലെ തന്നെ DGMOയും 2 ദിവസം പത്രസമ്മേളനം നടത്തി നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. ഏതറ്റം വരെ നമ്മൾ പോയി, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു, ഇത്തരം കാര്യങ്ങളൊക്കെ അവര് രാജ്യത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് സംസാരിച്ചത്. നമുക്കറിയാം, രാഷ്ട്രത്തോട് പ്രധാനമന്ത്രി സംസാരിക്കുന്നത് ഒരു വല്ലപ്പോഴുമുള്ള സംഭവ വികാസമാണ്. അത്രമാത്രം പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ ഇത്തരത്തിലുള്ള ഒരു അഡ്രസ് ടു ദ നേഷൻ പതിവുള്ളൂ. ഇവിടെ മോഡി ചെയ്തത് എന്താ? ഭീകരതയുമായി ഒരു തരത്തിലുള്ള സന്ധി ചെയ്യാൻ ഇന്ത്യ തയ്യാറല്ല. ആ മെസ്സേജാണ് മോഡി നൽകിയത് ഇന്നലെ. അത് പാകിസ്ഥാൻ മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കും ഭീകരവാദത്തെ അനുകൂലിക്കുന്നവർക്കുമുള്ള സന്ദേശം കൂടിയാണ്. അത് ഇന്ത്യയിലുള്ള തീവ്രവാദ ഭീകരവാദ ശക്തികളുണ്ട്, നമുക്കൊക്കെ അറിയാം. അവരിൽ പലരും ബാൻഡാണെന്ന്, നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അവർ പരസ്യമായിട്ട് തലപൊക്കുന്നില്ല. പക്ഷെ പല സന്ദർഭങ്ങളിലും അവര് ഇന്ത്യയിൽ കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവര് ഈ മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം അവര് പിടിയിലായിട്ടുമുണ്ട്. അവർക്കുള്ള കൃത്യമായ ഒരു സന്ദേശം കൂടിയാണ് നരേന്ദ്രമോദി നൽകിയത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ സൈനിക മേധാവിമാര്, രാഷ്ട്രീയ നേതൃത്വം എല്ലാവരും മുന്നിൽ നിന്നാണ് ഈ പോരാട്ടത്തെ നയിച്ചത്. പാകിസ്ഥാനെതിരായ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നത് നമ്മൾ കണ്ടു. സൈനിക ശക്തികളുടെ സംയുക്ത മേധാവി, എയർഫോഴ്സിന്റെയും കരസേനയുടെയും നാവികസേനയുടെയും മേധാവിമാര്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, പ്രതിരോധ മന്ത്രി എന്നിവരൊക്കെ പ്രധാനമന്ത്രിക്കും ഒപ്പം മണിക്കൂറുകൾ ചെലവിടുന്നതും ലോകം കണ്ടതാണ്. പക്ഷെ പാകിസ്ഥാന്റെ പട്ടാള മേധാവിയെ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടോ? ഇന്നലെയും ഇന്നുമായിട്ട് പുറത്തു വരുന്ന വാർത്തകള് രസകരമാണ്. ആ പട്ടാള മേധാവി, പാകിസ്ഥാന്റെ പട്ടാള മേധാവി ബംഗറിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ്. അവരുടെ ആണവ കേന്ദ്രത്തിന് സമീപം പാകിസ്ഥാനിലുള്ള സൈനിക വ്യോമ താവളങ്ങൾക്ക് നേരെ, അവരുടെ യുദ്ധ ഉപകരണങ്ങൾക്ക് നേരെ, സൈനിക റഡാറുകൾക്ക് നേരെ ഒക്കെ ഇന്ത്യൻ സൈന്യം കടുത്ത ആക്രമണം നടത്തിയപ്പോ ഒളിച്ചോടുന്ന ഒരു പട്ടാള മേധാവിയാണ് പാകിസ്ഥാനിൽ കണ്ടത്. നാണക്കേടല്ലേ ഉള്ള സത്യത്തിൽ? ഇത്തരത്തിലുള്ള ഒരു പട്ടാള മേധാവിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ ലോകത്തോട് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ടെന്ന്. ആ ആണവായുധ ഭീഷണിയെയാണ് മോഡി തള്ളി പറഞ്ഞത്. ഞങ്ങൾക്കത് പ്രശ്നമല്ല, അതിനെ നേരിടാൻ ഞങ്ങൾ സുസജ്ജമാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനോടുള്ള ഒരു മുന്നറിയിപ്പ് മാത്രം, അല്ലെങ്കിൽ പാകിസ്ഥാനോടുള്ള നിർദ്ദേശം മാത്രമല്ല. ഈ സംഘർഷം ഉണ്ടായ വേളയില് സമാധാനം വേണം, നിങ്ങൾ ഒന്നും ചെയ്യരുത്, തിരിച്ചൊന്നും ചെയ്യരുത് എന്ന് ഉപദേശിക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റും നടന്ന കുറെ ലോക രാജ്യങ്ങളുണ്ട്, രാഷ്ട്രത്തലവന്മാരുണ്ട്. അവരൊക്കെ നമ്മളോട് പറഞ്ഞു എന്താ? പാകിസ്ഥാന്റെ ആണവായുധമുണ്ട്, സോ വി ഹാവ് ടു ബി വെരി കോഷ്യസ്, ഇന്ത്യ ഹാസ് ടു ബി വെരി കോഷ്യസ് എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടു.
അവർക്കുള്ള മറുപടി കൂടിയാണ് മോഡി പറഞ്ഞത്. ഈ ആണവായുധ ഭീഷണി കാണിച്ച് ഞങ്ങളെ വിരട്ടാൻ നോക്കേണ്ടതില്ല, ഞങ്ങൾക്ക് അത് നേരിടാൻ അറിയാം, വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ഇറ്റ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞത്. വേറൊരു കാര്യം നരേന്ദ്രമോദി വ്യക്തമാക്കി. നേരത്തെയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല. ഭീകരവാദവും അതേ സമയത്ത് നമ്മുടെ നദികളിൽ നിന്നുള്ള ആവശ്യത്തിലേറെ വെള്ളവും പാകിസ്ഥാന് ലഭിക്കാൻ പോകുന്നില്ല. ഭീകരവാദം നിർത്തിയാലേ ഇനി വെള്ളം നൽകാൻ പറ്റൂ. സിന്ധു നദീജല കരാറിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ പഹൽഗാമിന് ശേഷം മോഡി ഗവൺമെന്റ് ആദ്യം എടുത്ത പ്രധാനപ്പെട്ട നയതന്ത്ര തലത്തിലുള്ള നടപടികളിലൊന്ന് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുക എന്നതാണ്. സ്വാഭാവികമാണ്, നമുക്കത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഈ സിന്ധു നദീജലം വേണ്ടത്ര ശേഖരിക്കാൻ ആവശ്യമായ അണക്കെട്ടുകൾ നമ്മുടെ കയ്യിലില്ല. ആ അണക്കെട്ടുകൾ 5 or 6 അണക്കെട്ടുകൾ പുതുതായിട്ട് നിർമ്മിക്കാനുള്ള നടപടി മോഡി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോ സ്വാഭാവികമായിട്ടും ഇനി അതിലേക്ക് ആ ഒരു സിന്ധു നദിയിൽ നിന്നുള്ള ഒരു തുള്ളി വെള്ളം പാകിസ്ഥാന് കിട്ടാനാവാത്ത സ്ഥിതി ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഇന്ത്യക്ക് കഴിയും. അതിനോടൊപ്പമാണ് അദ്ദേഹം പറഞ്ഞത് ഭീകരവാദവും രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ചയെക്കുറിച്ചാണ്. ചില ആൾക്കാർ പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ ചർച്ച നടത്തുമെന്ന്. ചർച്ചയൊക്കെ നടത്താം, പക്ഷെ ആ ചർച്ചയിൽ 2 കാര്യങ്ങളേ ഉള്ളൂ എന്ന് മോഡി വ്യക്തമാക്കി. ഒന്ന്, പാക് അധീന കാശ്മീർ എപ്പോൾ എങ്ങനെ തിരിച്ചു നൽകും. 2, ഭീകരവാദം എന്ന് അവസാനിക്കും. ഇന്ത്യയിൽ ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകൾ പാകിസ്ഥാനിലുണ്ടെങ്കിൽ അവരെ എന്ത് കൈമാറും. ഈ 2 കാര്യങ്ങളിൽ മാത്രമായിരിക്കും ചർച്ച. അതോടുകൂടി എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച നടക്കും എന്ന് പറഞ്ഞ് നടന്നിരുന്നവരുടെ വായ അടഞ്ഞു എന്നാണ്. POK ഇന്ത്യയുടെ ഭാഗമാക്കുക എന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്. ഇന്ത്യയുടെ പാർലമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഐകകണ്ഠേന പാസ്സാക്കിയിട്ടുള്ള പ്രമേയം പറയുന്നുണ്ട് പാകിസ്ഥാൻ അധീന കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഇപ്പോ ജമ്മു കാശ്മീരിന്റെ പുനഃസംഘടന വന്ന സമയത്ത് ജമ്മുവിനെ കാശ്മീരിനെ ഒക്കെ കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറ്റിയ സമയത്ത് ഈ POK ഇന്ത്യയുടെ ഭാഗമാണെന്ന് നമ്മൾ പുതിയ നിയമത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. അവിടേക്ക് കുറെ നിയമസഭാ മണ്ഡലങ്ങളും ലോക്സഭാ മണ്ഡലങ്ങളും സംവരണം ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചു കഴിഞ്ഞു POK ഈസ് പാർട്ട് ഓഫ് ഇന്ത്യ. അത് ആവർത്തിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വേറൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. തിരിച്ച് ഇന്ത്യക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പാകിസ്ഥാൻ പറയുന്നതാണ് വേദവാക്യം എന്ന് കരുതുന്ന കുറെ ആൾക്കാരെ ഇന്ത്യയിലും കണ്ടിരുന്നു. കള്ളപ്രചരണങ്ങൾ, പാകിസ്ഥാൻകാരെ ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചുകൂടാ എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടും ദ വയർ പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങള് പാകിസ്ഥാൻ പ്രതിനിധികളെ വിളിച്ച് ചർച്ച നടത്തിയത് നമ്മൾ കണ്ടു. അപ്പൊ ഇവരുടെയൊക്കെ കൂറും സ്നേഹവും പാകിസ്ഥാനോടാണ്. പലപ്പോഴും പാകിസ്ഥാന്റെ വേർഷൻ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാനുള്ള ആയുധമായിട്ട് ഈ മാധ്യമങ്ങൾ മാറുന്നത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. അവർക്ക് ശക്തമായ താക്കീത് കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ അതേ സമയത്ത് എവിടെയൊക്കെ ആക്രമിക്കണമെന്ന് തീരുമാനിച്ചോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അനവധി വട്ടം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയെ ആക്രമിക്കാനുള്ള, ഇന്ത്യയുടെ ജനങ്ങൾ വസിക്കുന്ന മേഖലകളെ, വിദ്യാലയങ്ങളെ, ക്ഷേത്രങ്ങളെ, ഗുരുദ്വാരകളെ ഒക്കെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നത് നമുക്കറിയാം. പക്ഷെ അത് മുഴുവൻ നിർവീര്യമാക്കാൻ, ന്യൂട്രലൈസ് ചെയ്യാൻ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തിന് കഴിഞ്ഞു. ഇന്നലെ പുറത്തു വന്ന വാർത്ത 10 സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാകിസ്ഥാൻ യുദ്ധ കാലഘട്ടത്തിൽ നിരീക്ഷണം നടത്തിയതെന്ന 10 സാറ്റലൈറ്റുകൾ. എത്രമാത്രം മുന്നോട്ട് പോയി ഇന്ത്യ സുരക്ഷാ രംഗത്ത്, പ്രതിരോധ രംഗത്ത്. അത് ചിന്തിക്കേണ്ട വിഷയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ഈ രീതിയിലൊക്കെ ഇന്ത്യ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നേരത്തെ ഹരിദാസ് സാർ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ പറയുന്ന ഒരു കാര്യം, ഇവർക്ക് വേണ്ട രീതിയിൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ കഴിയാതെ പോയി, അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞ ഉടനെ ഇന്ത്യ കേട്ടതെന്ന്.
അപ്പോഴും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അഡ്രസ് ചെയ്തത് ഇന്ത്യയുടേതായ നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിൽ ഊന്നിക്കൊണ്ടാണ് ഇന്ത്യ ഇത്തരം ഒരു തീരുമാനം എടുത്തത്. സംഘർഷം അവസാനിപ്പിക്കാം, വെടിനിർത്തൽ കരാർ അനുസരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയതെന്ന്. ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ദിവസം മോദി അപ്പോഴും ട്രംപ് പറഞ്ഞതിനെ അംഗീകരിച്ചിട്ടുമില്ല, നിരാകരിച്ചിട്ടുമില്ല. ട്രംപ് പറഞ്ഞത് കൊണ്ടാണോ വെടിനിർത്തൽ കരാറിന് സന്നദ്ധരായത് എന്നുള്ള കാര്യത്തിൽ അപ്പോഴും അതിനെ ചുറ്റിപ്പറ്റി ഇപ്പോഴും ഒരു ഊഹാപോഹം നിലനിൽക്കുകയല്ലേ? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന സമയത്ത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള ഇന്ത്യയുടെ സുഹൃത്തുക്കള്, പാകിസ്ഥാന്റെ സുഹൃത്തുക്കള് ഇടപെടും. ഇന്നത്തെ കാലത്ത് സംഘർഷം ഒന്നിനും പരിഹാരമല്ല, യുദ്ധം പരിഹാരമല്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആള് തന്നെയാണ് നരേന്ദ്രമോദി. റഷ്യൻ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് യുക്രൈനിൽ പോയി സംസാരിച്ച് വന്ന സമയത്തൊക്കെ മോദി പറഞ്ഞത് എന്താ? യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് തന്നെയാണ്. അത് ഇന്ത്യയുടെ നിലപാടാണ്, മോദി ഗവൺമെന്റിന്റെ BJPയുടെ നിലപാടാണ്. ഇന്ത്യ സാമ്പത്തികമായിട്ട് വലിയ പുരോഗതിയിലേക്ക് കുതിക്കുന്ന സമയത്ത് ഒരു യുദ്ധം നടത്തി ഇന്ത്യയുടെ എക്കണോമിയെ മോശമാക്കാൻ, ക്ഷീണിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ഭരണകൂടം തയ്യാറാകുമോ? അപ്പോ നമ്മൾ ഉദ്ദേശിച്ചത് എന്താ? പഹൽഗാമിന് തിരിച്ചടി കൊടുക്കണം. പഹൽഗാമിന് പിന്നിലുണ്ടായിരുന്നത് ആരാ? അത് ഭീകരന്മാരാണ്, ഭീകര സംഘടനകളാണ്. മോദി അന്ന് തന്നെ പറഞ്ഞിരുന്നല്ലോ, ഇത് നടത്തിയ ഭീകരന്മാരെ മാത്രമല്ല അതിന് പിന്നിലുള്ളവരെയും കൂടി ഞങ്ങൾ കൈകാര്യം ചെയ്യും. അത് ചെയ്തില്ലേ? 100ഓളം ഭീകരന്മാരെ കൊന്നില്ലേ? 40ഓളം പട്ടാള സൈനികന്മാർ മരിച്ചില്ലേ? പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട എല്ലാ ലഷ്കർ-ഇ-തോയ്ബയുടെ ഉൾപ്പെടെയുള്ള ഭീകര താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയില്ലേ? അത്ര സൂക്ഷ്മമായിട്ട് വളരെ വളരെ കൃത്യമായിട്ട് നമ്മൾ ആക്രമണം നടത്തി ശക്തി തെളിയിച്ചില്ലേ? ഭീകരാക്രമണത്തിന് ഈ കേൾവി കെട്ട കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തില്ലേ? POKയിലുള്ള ടെറർ ലോഞ്ച് പാഡ്സ് തകർത്തില്ലേ? ഇതൊക്കെയല്ല ഇന്ത്യ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ വർഷങ്ങൾ നീണ്ടു ഇപ്പൊ യുക്രൈൻ റഷ്യ വാർ പോലെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം പോലെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് പോകണമെന്ന് ഇന്ത്യ ആഗ്രഹിച്ചു? ഒരിക്കലുമില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ, അവർക്ക് കിട്ടേണ്ട പകരം കിട്ടി എന്ന് ബോധ്യമായപ്പോ നമ്മൾ സമ്മതിച്ചു. എപ്പോഴാ സമ്മതിച്ചത്? പാകിസ്ഥാന്റെ DGMO ഇന്ത്യയെ വിളിച്ചപ്പോഴാണ്. യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് വന്നത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നാണ്. അതില് പാകിസ്ഥാന്റെ മേൽ പലരുടെയും സമ്മർദ്ദം ഉണ്ടായേക്കാം. ഇന്ത്യയുടെ അടുത്ത് പലരും വിളിച്ചിട്ടുണ്ടാവും, ഞാൻ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വിളിക്കുന്നത് ഈ കാലഘട്ടത്തിൽ സ്വാഭാവികമായ നടപടിയാണ്. സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി വന്നു, ഇറാന്റെ ഒരു ഡെലിഗേഷൻ ഇവിടെ ഉണ്ടായിരുന്നു, ജപ്പാനിൽ നിന്നും റഷ്യയിൽ നിന്നുള്ള മന്ത്രിമാർ ഇവിടെ വന്നു, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ ആയിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ ചർച്ചകൾ നടക്കുമ്പോഴും നമ്മളൊരു നിലപാടെടുത്തത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഭീകരവാദത്തോട് സന്ധിയില്ലാത്ത സമരം ചെയ്യും, ഭീകരവാദികളെ തുരത്തും. അത് നമ്മൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ താൽക്കാലികമായ വെടിനിർത്തൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു നിലപാടെടുത്തത്. ഇന്നലെ നരേന്ദ്രമോദി ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത് എന്നത്തേക്കുമായുള്ള വെടിനിർത്തലല്ല. ഇനിയും പ്രകോപനമുണ്ടായാൽ, ഇനിയും ഇന്ത്യയെ ആക്രമിക്കാൻ, ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും എന്നുള്ള മുന്നറിയിപ്പുമായിട്ട് തന്നെയാണ് മോദി ഇത് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് എന്നത് കൂടി ഓർക്കണം. അതാണ്, ഏതൊക്കെ രീതിയിൽ ഇന്ത്യ വെടിനിർത്തലിന് അംഗീകരിച്ചത് ശരിയല്ല എന്ന് പറയുമ്പോഴും ഇന്ത്യക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് നിർത്തി എന്നുള്ളത്. കാരണം ഹരിദാസ് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ എന്തൊക്കെ പകരം കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഇതിന് പാകിസ്ഥാൻ ഒരു തിരിച്ചടി നൽകണമെന്ന് ഇന്ത്യ തുടക്കത്തിലെ പ്ലാൻ ചെയ്തോ അതെല്ലാം നടപ്പിലാക്കിയ ശേഷം വ്യോമതാവളം ഉൾപ്പെടെ ആക്രമിച്ച് വേണ്ട രീതിയിൽ ഒരു പകരം വീട്ടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിൽ ഒരു പ്രത്യാക്രമണം നടത്തിയതിനു ശേഷമാണ് ഇന്ത്യ പിൻവാങ്ങിയത് എന്ന കാര്യം വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.